ഹൈ ഓൾ വെൽക്കം ടു എഡ്യൂലൈൻ. നമ്മൾ വീണ്ടും ഒരു എക്സാമ്പിൾ നോക്കുകയാണ് നമ്മുടെ ഓപ്പറേറ്റർ പ്രസിഡൻസ് പാഴ്സിംഗ് വെച്ചിട്ട്. ഓക്കെ, നമ്മുടെ പാഴ്സിംഗ് ടേബിൾ ഇതാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത അതേ പാഴ്സിംഗ് ടേബിൾ തന്നെയാണ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പറേറ്റർ റിലേഷൻ ടേബിൾ എന്ന് പറയുന്നത്. ഈ ടേബിൾ പിന്നെ നമുക്ക് നമ്മുടെ അതേ പ്രൊഡക്ഷൻ റൂൾ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്. നമ്മുടെ ഓപ്പറേറ്റർ റിലേഷൻ ടേബിളും അത് തന്നെയാണ്. പക്ഷേ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന സ്ട്രിംഗ് എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. ഐ ഡി പ്ലസ് ഐ ഡി പ്ലസ് ഐ ഡി എന്നാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഐ ഡി പ്ലസ് ഐ ഡി ഇൻറ്റു ഐ ഡി ആയിരുന്നു ചെയ്തിരുന്നത് അല്ലേ. അപ്പൊ ഇത് വേറൊരു എക്സാമ്പിൾ ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ തുടങ്ങുന്നത് എന്താന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്റ്റാക്ക് ഉണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റാക്ക് എന്ന് പറയുന്നത് അല്ലെ, ഇൻപുട്ട് സ്റ്റാക്ക്. സോ ഇത് നമ്മുടെ സ്റ്റാക്ക് ആണ്. സോ ആദ്യം നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഡോളറിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ലാസ്റ്റ് നമ്മൾ ഡോളർ കൊടുക്കണം. നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ്ങിന്റെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഡോളർ കൊടുക്കണം. ഓക്കെ, ഇനി നമ്മൾ സ്റ്റാക്കിലേക്ക് ഞാൻ ഡോളറിനെ പുഷ് ചെയ്തു. ഇനി നമ്മൾ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പം ഓപ്പറേറ്റർ പ്രസിഡൻസ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പം നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. അപ്പൊ ഡോളറും ഐ ഡിയും കൂടാണ് കമ്പയർ ചെയ്യുന്നത്. അതായത് സ്റ്റാക്കിലുള്ളതും ടോപ്പ് ഓഫ് സ്റ്റാക്ക്. ഇപ്പൊ ടോപ്പ് ഓഫ് സ്റ്റാക്ക് എന്താ, ഡോളർ ആണ് അല്ലെ. അതായത് സ്റ്റാക്കിലുള്ളതും ഇൻപുട്ട് സിമ്പിളും കൂടെ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് നമ്മുടെ ഇൻപുട്ട് സിമ്പിൾ എന്താ, ഐ ഡി. അപ്പൊ നമ്മുടെ പോയിന്റർ പോയിന്റ് ചെയ്യുന്നത് ഐ ഡിയിലേക്കാണ്. അപ്പം നമ്മൾ ഡോളറും ഐ ഡിയും കൂടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഡോളറും ഐ ഡിയും കൂടെ കമ്പയർ ചെയ്താൽ എന്താണ് ഈ ഓപ്പറേറ്റർ റിലേഷൻ ടേബിൾ വരുന്നത്, ഡോളർ എവിടെ, ഇതാണ് ഡോളർ. ഐ ഡി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കോളമാണ് അല്ലെ. അപ്പൊ ഇത് ലെസ് ദാൻ ആണ് വരുന്നത്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ നമ്മൾ കമ്പയർ ചെയ്യുന്നത് സ്റ്റാക്കിലുള്ള കണ്ടന്റും നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ്ങിലെ വരുന്ന സിമ്പലുകളുമാണ് അല്ലെ. അപ്പം സ്റ്റാക്കിലുള്ള കണ്ടന്റ് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊടുത്തേക്കുന്നതൊക്കെ സ്റ്റാക്കിലുള്ള കണ്ടന്റ് ആണ്. ടോപ്പിൽ കൊടുത്തേക്കുന്നതൊക്കെയാണ് നമ്മൾ ഇൻപുട്ട് കണ്ടന്റ് എന്നുള്ളത് അല്ലെങ്കിൽ ഇൻപുട്ട് സിമ്പിൾ എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഡോളർ ഐ ഡിയും കൂടെ കമ്പയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡോളർ സ്റ്റാക്കിലുള്ള ഡോളർ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഐ ഡി എന്നുള്ളത് ഈ ടോപ്പിലേയും വേണം എടുക്കാൻ. അപ്പൊ ഡോളർ ഐ ഡി അങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ലെസ് ദാൻ ആണ് വരുന്നത് അല്ലെ. അപ്പൊ ലെസ് ദാൻ വന്നു കഴിഞ്ഞാൽ, അതായത് ലെസ് ദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ചെറുതാണെങ്കിൽ. അപ്പൊ നമുക്ക് മനസ്സിലായി ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ചെറുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സിമ്പിളിനെ പുഷ് ചെയ്യണം, ഇൻപുട്ട് സിമ്പിളിനെ പുഷ് ചെയ്യണം. അപ്പൊ ഐഡിയെ ഞാൻ ഇങ്ങോട്ട് പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്റ്റാക്കിലേക്ക് ഞാൻ പുഷ് ചെയ്തു, ഐഡിയെ പുഷ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇൻപുട്ട് സിമ്പിൾ ഒന്ന് ഞാൻ അഡ്വാൻസ് ചെയ്ത് പ്ലസിൽ വന്നു. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഇൻപുട്ട് സിമ്പിൾ എന്ന് പറഞ്ഞാൽ പ്ലസിലാണ്. അത് നമ്മുടെ പോയിന്റർ പ്ലസിൽ നിൽക്കുന്നു. സ്റ്റാക്കിന്റെ ടോപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഐ ഡി ആണ് സ്റ്റാക്കിന്റെ ടോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഐ ഡിയും പ്ലസും കൂടെ കമ്പയർ ചെയ്തേ. ഐ ഡിയും പ്ലസ് എന്ന് പറയുമ്പോൾ ഐ ഡി ഇതാണ്, പ്ലസ് എന്ന് പറയുന്നത് ഇതാണ് വരുന്നത്. ഇതാണ് നമ്മുടെ പ്ലസ്. ഓക്കെ, അപ്പൊ നമ്മുടെ എന്ത് കിട്ടി, ഗ്രേറ്റർ ദാൻ വന്നു അല്ലെ. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ വലുതാണ് അല്ലെ. ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ വലുതാണ്. അപ്പൊ ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ വലുതെന്നാണ് അല്ലെ. അപ്പൊ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് വലുതാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ സിമ്പിളിനെ പോപ്പ് ചെയ്യാനാണ് പറയുന്നത്. അതായത് സ്റ്റാക്കിൽ നിന്ന് നമ്മൾ അതിനെ പോപ്പ് ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ ഈ ഐഡിയ ഇവിടുന്ന് പോപ്പ് ചെയ്യുക. അപ്പൊ ഐഡിയെ പോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഐഡിയെ റെഡ്യൂസ് ചെയ്യുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഐഡിയെ ഞാൻ റെഡ്യൂസ് ചെയ്യാൻ പോകും. അതായത് ഞാൻ ഇവിടെ വരയ്ക്കാൻ പോകുന്നത് നമ്മുടെ പാസ് ട്രീ ആണ്. ബോട്ടം ഓഫ് പാസിങ്ങിന്റെ പാസ് ട്രീ ആണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഐഡിയെ ഈ ആയിട്ട് ഞാൻ റെഡ്യൂസ് ചെയ്തു. കാരണം നമുക്കിവിടെ ഒരു പ്രൊഡക്ഷൻ റൂൾ തന്നിട്ടുണ്ട്, ഇ ടെൻസ് ടു ഐ ഡി. അപ്പം എന്താ, ഈ റൈറ്റ് ഹാൻഡ് സൈഡിലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുക. അതാണല്ലോ റെഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഐഡിയെ ഈ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, റെഡ്യൂസ് ചെയ്തു. ഓക്കെ, ഇനി നമ്മുടെ ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിൽ ഇനി നമുക്ക് നോക്കാം. ഇനി നമ്മുടെ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എന്താ, ഡോളർ ആണ് അല്ലെ. ഐ ഡി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഡോളർ അല്ലേ ഉള്ളൂ. അപ്പം നമ്മുടെ ഇൻപുട്ട് പോയിന്റർ ഇവിടെ പോയിന്റ് ചെയ്ത് നിൽക്കുന്നത് പ്ലസിലാണ് അല്ലെ. ഇനി നമ്മൾ ഡോളറും പ്ലസും കൂടെ കൺസിഡർ ചെയ്തേ. ഡോളറും പ്ലസും കൂടാണ് കമ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ലെഫ്റ്റ് സൈഡിലെ ഡോളറും പിന്നെ ടോപ്പിലെ പ്ലസും കൂടെ വാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്, ലെസ് ദാൻ ആണ്. ലെസ് ദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്, അതായത് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ചെറുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സിമ്പിളിനെ പുഷ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ പ്ലസിനെ ഞാൻ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. സ്റ്റാക്കിലേക്ക് ഞാൻ പ്ലസിനെ പുഷ് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ ഒരു ഇൻപുട്ട് സിമ്പിൾ അല്ലെങ്കിൽ നമ്മുടെ ഇൻപുട്ട് പോയിന്റർ ഒന്ന് അഡ്വാൻസ് ചെയ്തു. അപ്പൊ നമ്മുടെ ഇൻപുട്ട് പോയിന്റർ ഐ ഡിയിലാണ് നിൽക്കുന്നത്. സ്റ്റാക്കിൽ എന്തുണ്ട്, പ്ലസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്ലസും ഐ ഡിയും കൂടെ കമ്പയർ ചെയ്യണം. അപ്പം നമ്മുടെ ഓപ്പറേറ്റർ റിലേഷൻ ടേബിളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ പ്ലസും ഐ ഡിയും കൂടെ, ഇതാണ് നമ്മുടെ പ്ലസ്, ഇതാണ് നമ്മുടെ ഐ ഡി. ഓക്കെ, ഇതൂടെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ലെസ് ദാൻ ആണ്. അപ്പോൾ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ലെസ് ദാൻ ആണെങ്കിൽ, ചെറുതാണെങ്കിൽ എന്ത് ചെയ്യണം, പുഷ് ചെയ്യണം, സിമ്പിളിനെ പുഷ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഐ ഡിയെ ഞാൻ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ഐ ഡിയിലാണല്ലോ ഇപ്പൊ നമ്മുടെ പോയിന്റർ പോയിന്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ ഐ ഡി ഞാൻ എന്ത് ചെയ്തു, പുഷ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്തു, ഒന്ന് അഡ്വാൻസ് ചെയ്തു. ഒരു പോയിന്റർ ഞാനൊന്ന് അഡ്വാൻസ് ചെയ്തു. അപ്പോൾ ഇനി ഇപ്പൊ നമ്മുടെ ഇൻപുട്ട് പോയിന്റർ പ്ലസിലാണ് നിൽക്കുന്നത്. സ്റ്റാക്കിന്റെ ടോപ്പ് എന്താണ്, ഐ ഡി ആണ്. ഇനി ഐ ഡിയും പ്ലസും കൂടെ ഒന്ന് കമ്പയർ ചെയ്തേ.
നേരെ ടേബിളിലേക്ക് വന്നേ, ഐഡിയും പ്ലസും കൂടെ കമ്പയർ ചെയ്താൽ നേരത്തെ നമ്മൾ ചെയ്ത് തന്നെ ഇത് ഗ്രേറ്റർ ദാൻ വരും അല്ലെ. അപ്പം ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് വലുതാണെങ്കിൽ എന്താ ചെയ്യേണ്ടേ, വലുതാണെങ്കിൽ നമ്മൾ സിമ്പിളിനെ പോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഐഡിയ ഇവിടെ നിന്ന് പോപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഐഡിയ പോപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയ നമുക്ക് ഇ വെച്ചിട്ട് എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം. അപ്പൊ ഞാൻ ഇ വെച്ച് വീണ്ടും റെഡ്യൂസ് ചെയ്തു, കണ്ടോ. ഇനി നമ്മുടെ സ്റ്റാക്കിന്റെ ടോപ്പ് എന്താ വരുന്നത്, ഇ പ്ലസ് ആണ്. ഇതാണ് നമ്മുടെ സ്റ്റാക്കിന്റെ ടോപ്പിൽ കിടക്കുന്നത്. നമ്മുടെ ഇൻപുട്ട് സിമ്പിൾ ഏതാ, പ്ലസ് ആ. അപ്പൊ ഇനി കമ്പയർ ചെയ്യേണ്ടത് പ്ലസും പ്ലസും ആയിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 2 പ്ലസ് വരുവാണെങ്കിൽ എന്താണ് പ്രസിഡൻസ് വരുന്നത് വെച്ചിട്ട് എന്താണ്, ഈ പ്ലസ് എന്ന് പറഞ്ഞ ലെഫ്റ്റ് അസോസിയേറ്റീവ് ആണെന്ന് പറഞ്ഞു അല്ലെ. 2 പ്ലസ് ഒരുമിച്ച് വരുവാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് തൊട്ട് റൈറ്റിലോട്ടായിരിക്കും നമ്മൾ ഓപ്പറേഷൻ ചെയ്യുക. ലെഫ്റ്റിലെ പ്ലസ് ചെയ്തിട്ട് റൈറ്റിലെ പ്ലസ് ചെയ്യത്തുള്ളൂ. അപ്പോ അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ 2 പ്ലസ് കൂടെ കമ്പയർ ചെയ്തേ, അപ്പൊ പ്ലസും പ്ലസും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അറിയാൻ കണ്ടോ, ഗ്രേറ്റർ ദാൻ എന്നുള്ളതാണ് സിമ്പിൾ വരുന്നത് അല്ലെ, ഗ്രേറ്റർ ദാൻ. അപ്പം സ്റ്റാക്കിലെ കിടക്കുന്ന പ്ലസ് വലുതാണെന്നുള്ളതാണ്. അങ്ങനെ വലുതാണെങ്കിൽ എന്താ, ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് വലുതാണെങ്കിൽ സിമ്പിളിനെ പോപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെ പോപ്പ് ചെയ്തു, ഈ പ്ലസിനെ ഞാൻ പോപ്പ് ചെയ്തു. പോപ്പ് ചെയ്യുമ്പോഴത്തേക്കിന് എന്താ സംഭവിക്കുക, ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, അതായത് ഇതിനെ നമ്മൾ ഇ വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യുക. കണ്ടോ, ഇതിനെ നമ്മൾ ഇ വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. അതായത് ഇപ്പം ഇ പ്ലസ് ഇ എന്നല്ലേ, അപ്പൊ ഇ പ്ലസ് ഇ എ, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ പ്ലസ് ആണ് നമ്മൾ ഫസ്റ്റ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഇ പ്ലസ് ഇ എ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റുന്നത്, ഈ ഫസ്റ്റ് നിങ്ങൾ ഈ ഫസ്റ്റ് പ്രൊഡക്ഷൻ റൂൾ നോക്കിയേ, കണ്ടോ, ഫസ്റ്റ് പ്രൊഡക്ഷൻ റൂളിനകത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം ഇ ടെൻസ് ടു ഇ പ്ലസ് ഇ. അപ്പം ഇവിടെ നമുക്ക് കിട്ടിയത് എന്താണ്, ഇ പ്ലസ് ഇ എന്നല്ലേ, ഈ ഒരു ഇ, ഈ ഒരു പ്ലസ്, ഈ ഒരു ഇ അല്ലെ. അപ്പൊ ഇ പ്ലസ് ഇ എന്നാണ് കിട്ടിയത്. ഇതിനെ എങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഇ വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്തു, കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ട്രീ വരുന്നത്. നമ്മൾ പാസ് ട്രീ ആണ് വരച്ചോണ്ടിരിക്കുന്നത്, ഇങ്ങനെയാണ് അതിന്റെ ട്രീ വരുന്നത്. അപ്പം പോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ റെഡ്യൂസ് ചെയ്യുക. റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്ത് ഇതുപോലെ ട്രീ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അത്രയും ചെയ്തു. ഇനി നമ്മുടെ സ്റ്റാക്കിന്റെ ടോപ്പ് എന്താ, ഡോളർ ആണ്, കണ്ടോ. ബാക്കിയൊന്നും ഇല്ലല്ലോ, എല്ലാം നമ്മൾ പോപ്പ് ചെയ്ത് പോയില്ലേ. ഇനി ലാസ്റ്റ് ഡോളർ ആണ് സ്റ്റാക്കിന്റെ ടോപ്പ്. ഇനി നമ്മുടെ ഇൻപുട്ട് സിമ്പിൾ എന്താ കിടക്കുന്നത്, ഇൻപുട്ട് സിമ്പിൾ വന്നേക്കുന്ന പ്ലസ് ആണ് അല്ലെ. പ്ലസ് ആണ് നമ്മുടെ ഇൻപുട്ട് സിമ്പിൾ. ഇപ്പോഴും നമ്മുടെ പോയിന്റർ അഡ്വാൻസ് ആയിട്ടില്ല, പോയിന്റർ ഇപ്പോഴും പ്ലസിൽ തന്നെയാണ്. ഡോളർ ആണ് നമ്മുടെ സ്റ്റാക്കിൽ കിടക്കുന്നത്. അപ്പൊ ഡോളറും പ്ലസും കൂടെ കമ്പയർ ചെയ്ത്, ഡോളറും പ്ലസും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എന്താ, ലെസ് ദാൻ ആണ്, കണ്ടോ. ലെസ് ദാൻ ആണ് വരുന്നത്. അപ്പൊ ലെസ് ദാൻ ആണെങ്കിൽ, അതായത് സ്റ്റാക്കിന്റെ ടോപ്പിൽ ചെറുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പുഷ് ചെയ്യണം, സിമ്പിളിനെ പുഷ് ചെയ്യണം എന്നാണ്. അപ്പൊ ഞാനിവിടെ പ്ലസിനെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് പ്ലസിനെ പുഷ് ചെയ്യണം അല്ലെ. അപ്പൊ ഞാൻ പ്ലസിനെ പുഷ് ചെയ്തു. ഓക്കെ, പുഷ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്തു, നമ്മുടെ ഇൻപുട്ട് സിമ്പിൾ ഒന്ന് അഡ്വാൻസ് ചെയ്തു. ഇനി ഐഡിയിലാണ് വരുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, സ്റ്റാക്കിന്റെ ടോപ്പ് എന്താണ്, പ്ലസ് ആണ് കിടക്കുന്നത് അല്ലെ. അപ്പൊ ഇനി പ്ലസും ഐഡിയും കൂടെ കമ്പയർ ചെയ്ത് നോക്കിയേ, പ്ലസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ പ്ലസും ഇവിടുത്തെ ഐഡിയും കണ്ടോ, ലെസ് ദാൻ ആണ് വരുന്നത്. അപ്പൊ ലെസ് ദാൻ ആണെങ്കിൽ എന്താ വരണ്ടേ, അതായത് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ലെസ് ആണെങ്കിൽ നമ്മൾ പുഷ് ചെയ്യണം എന്ന് പറഞ്ഞേക്കുന്നത് അല്ലെ. അപ്പൊ ഐഡിയെ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. അപ്പൊ ഐഡിയ ഞാൻ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. അപ്പൊ ഇനി നമ്മുടെ ഇൻപുട്ട് സ്റ്റാക്കിന്റെ ടോപ്പ് ഐഡിയ ആണ്. നമ്മുടെ ഇൻപുട്ട് ഇനി പുഷ് ചെയ്തതിനു ശേഷം ഇൻപുട്ട് സിമ്പിൾ ഞാൻ ഒന്ന് അഡ്വാൻസ് ചെയ്തു. അപ്പോൾ ഇൻപുട്ട് സിമ്പിൾ ഒന്ന് ഇൻപുട്ട് സിമ്പിളിലേക്ക് ഒന്ന് അഡ്വാൻസ് ചെയ്തപ്പോഴത്തേക്കും എന്താ, ഇനി നമ്മൾ ഡോളറിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഐഡിയും ഡോളറുമാണ്. ഇവിടെ വന്നേ, റിലേഷൻ ടേബിൾ വരുമ്പോൾ ഐ ഡി ഇവിടെ ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ, ഡോളർ ഇവിടെ ലാസ്റ്റ് ഉണ്ട്. ഗ്രേറ്റർ ദാൻ ആണ് വന്നേക്കുന്നത്. അപ്പം ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് വലുതാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് വലുതാണെങ്കിൽ പോപ്പ് ചെയ്യാനാണ് പറഞ്ഞത്, സിമ്പിളിനെ നമ്മൾ പോപ്പ് ചെയ്യണം അല്ലെ. അപ്പോൾ ഞാൻ സിമ്പിളിനെ പോപ്പ് ചെയ്യാൻ പോവാണ്. അതായത് ഈ ഐഡിയ ഇവിടെ നിന്നിട്ട് മാറ്റി. ഓക്കെ, ഐഡിയ പോപ്പ് ചെയ്യാന്ന് പറയുമ്പോഴത്തേനും എന്താ, ഐഡിയ നമ്മൾ ഈ വെച്ചിട്ട്, ഈ ഐഡിയ നമ്മൾ ഈ വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു, കണ്ടോ, റീപ്ലേസ് ചെയ്തു. ഇനി നമ്മുടെ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എന്താ, പ്ലസ് ആണ് അല്ലെ, കാരണം ഐഡിയ ഇവിടുന്ന് പോയില്ലേ, ഇനി പ്ലസ് ഉണ്ട്. ഇനി പ്ലസും നമ്മുടെ ഡോളറും കൂടെ, ഡോളർ ആണല്ലോ ലാസ്റ്റ് അല്ലെ, പ്ലസും ഡോളറും കൂടെ കമ്പയർ ചെയ്ത്, പ്ലസും ഡോളറും കൂടെ വരുമ്പോഴത്തേക്കിനും ഡോളറും കൂടെ വരുമ്പോൾ ഗ്രേറ്റർ ദാൻ ആണ് വന്നേക്കുന്നത്, കണ്ടോ, ഗ്രേറ്റർ ദാൻ. ഗ്രേറ്റർ ദാൻ വരുമ്പോൾ എന്താ, അതായത് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് വലുതാണെങ്കിൽ എന്ത് ചെയ്യണം, പോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞേക്കുന്നത്, സിമ്പിളിനെ പോപ്പ് ചെയ്യുക. അപ്പൊ പോപ്പ് ചെയ്യുക, പോപ്പ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേനും എന്താ, പ്ലസിനെ ഞാൻ ഇവിടുന്ന് പോപ്പ് ചെയ്തു. അപ്പം ഇതെങ്ങനെ പ്ലസിനെ പോപ്പ് ചെയ്യുമ്പോഴത്തേനും എന്താ, ഇവിടെ ഈ പ്ലസ് ഈ തന്നെയാണ് അല്ലെ. അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റുന്നത്, ഇതിനെ നമുക്കിങ്ങനെ മാറ്റി എഴുതാം. അതായത് ഇവിടെ ഈ വരും. ഓക്കെ, അതായത് ട്രീ കൺസ്ട്രക്ട് ചെയ്യാണ്, കണ്ടോ, ഇ പ്ലസ് ഇ നമ്മൾ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്തു, കണ്ടോ. ഇനി നമ്മുടെ ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിൽ എന്താ ഉള്ളത്, ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിൽ നമുക്ക് ഡോളർ ഉണ്ട്, ഇവിടെയും ഡോളറാണ്. രണ്ട് ഡോളർ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഫൈനലി നമ്മൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുക, അക്സെപ്റ്റ്. അതായത് നമ്മുടെ പാഴ്സർ ഈ സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ പാഴ്സ് ട്രീ നമുക്ക് കൺസ്ട്രക്ട് ചെയ്ത് കിട്ടി, കണ്ടോ. ഇതാണ് നമ്മുടെ ബോട്ടം ഓഫ് പാസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓപ്പറേറ്റർ പ്രിസിഡൻസ് പാസർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ടൈപ്പ് ഓഫ് ബോട്ടം ഓഫ് പാസർ തന്നെയാണ്. അപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ട്രീ കൺസ്ട്രക്ട് ചെയ്ത് താഴെ നിന്നാണ് അല്ലെ, ഇൻപുട്ട് സ്ട്രിങ്ങിൽ നിന്നാണ് നമ്മൾ മുകളിലേക്ക് കൺസ്ട്രക്ട് ചെയ്ത് നമ്മൾ വന്നത്, കണ്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ബോട്ടം ഓഫ് പാസിംഗ് എന്ന് പറയുന്നത്.
ഇനി ഇവിടെ ഇവിടെ ഒരു ചെറിയ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് നമ്മൾ ഈ സംഭവം യൂസ് ചെയ്താൽ അതായത് ഈ ഓപ്പറേറ്റർ റിലേഷൻ ടേബിൾ ഉണ്ടല്ലോ, ഈ പറയുന്ന ഓപ്പറേറ്റർ റിലേഷൻ ടേബിൾ നമ്മൾ യൂസ് ചെയ്താൽ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. എന്താ ഡിസഡ്വാൻറ്റേജ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്ത് ഡിസഡ്വാൻറ്റേജാണ് വരുന്നത്? ഈ ടേബിളിന്റെ സൈസ് എന്ന് പറയുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതായത് നിങ്ങളിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം എത്ര ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്? 1 2 3 4 ഓപ്പറേറ്റേഴ്സ് ഉണ്ട് അല്ലെ? അപ്പം നമ്മൾ 4 ഓപ്പറേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ടേബിളിന്റെ സൈസ് എന്ത് വരും? 4x4 വരും അല്ലെ? അതായത് 16 വരും. അതായത് 16 എൻട്രീസ് ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾ നോക്കിയേ, ഇത് കൺസിഡർ ചെയ്യേണ്ട, ഈ ഡാഷ് കൺസിഡർ ചെയ്യേണ്ട, ഡാഷും കൺസിഡർ ചെയ്യേണ്ട, 2 ഡാഷും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതൊഴികെ ബാക്കി ഒന്ന് എണ്ണി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം എന്താണ് 16 എൻട്രീസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൈസ് ഓഫ് ദ ടേബിൾ 5 ആണെങ്കിൽ എന്ത് വരും? 5x5 എന്ന് വരും അല്ലെ? അതായത് 25 എൻട്രീസ് വരും. 5x5 25 എൻട്രീസ് വരും അല്ലെ? അപ്പം ഇത് അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം n, അതായത് നമ്മുടെ നമ്പർ ഓഫ് ഓപ്പറേറ്റേഴ്സ് n ആണെന്ന് വിചാരിക്കാം. n ആണ് നമ്മുടെ നമ്പർ ഓഫ് ഓപ്പറേറ്റേഴ്സ് എങ്കിൽ നമ്മുടെ സൈസ് ഓഫ് ദ ടേബിൾ എന്ന് പറയുന്നത് നമുക്ക് എഴുതാൻ പറ്റും ഓർഡർ ഓഫ് n സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഓർഡർ ഓഫ് n സ്ക്വയർ, ഇതാണ് സൈസ് ഓഫ്, അത് ഇരട്ടിയാവും, ഓർഡർ ഓഫ് n സ്ക്വയർ ആവും. ഓക്കെ, അപ്പോൾ ഈ സൈസ് എന്ന് പറയുന്നത്, ടേബിളിന്റെ സൈസ് എന്ന് പറയുന്നത് എന്താണ്? കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ? അപ്പം എങ്ങനെ നമുക്ക് ഈ ടേബിളിന്റെ സൈസ് കുറയ്ക്കാൻ പറ്റുന്നത്? കാരണം ടേബിളിന്റെ സൈസ് കൂടിക്കഴിഞ്ഞാൽ അത്രയും ടൈമും നമുക്ക് പോകും, അത്രയും സ്പേസും നമുക്ക് പോകും, അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ വരും അല്ലെ? സ്പേസ് കോംപ്ലക്സിറ്റി, ടൈം കോംപ്ലക്സിറ്റി എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ഡാറ്റാ സ്ട്രക്ചറിനകത്ത്. അപ്പൊ അതൊരു പ്രോബ്ലം ആണ്. അപ്പൊ ഈ ഇത്രയും വലിയ ടേബിളിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അപ്പൊ ഈ ടേബിളിന്റെ സൈസ് ഒന്ന് ചെറുതാക്കണം. അപ്പം ഈ ഓപ്പറേറ്റർ റിലേഷൻ ടേബിളിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ടേബിളിന്റെ സൈസ് തന്നെയാണ്. നമ്പർ ഓഫ് എൻട്രീസ് കൂടുമ്പോഴത്തേക്കും അതിന്റെ സൈസ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ സൈസ് വലുതായിക്കൊണ്ടിരിക്കുകയാണ്, ടേബിളിന്റെ സൈസ് വലുതായിക്കൊണ്ടിരിക്കുക. അപ്പൊ അതൊരു ഡിസഡ്വാൻറ്റേജ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ സൈസ് കുറയ്ക്കണമെങ്കിൽ നമുക്ക് ഓപ്പറേറ്റർ ഫംഗ്ഷൻ ടേബിൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഓപ്പറേറ്റർ ഫംഗ്ഷൻ ടേബിൾ. ഓക്കെ, അതായത് ഓപ്പറേറ്റർ ഫംഗ്ഷൻ ടേബിൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഓപ്പറേറ്റർ പ്രിസിഡൻസ് ടേബിളിന് പകരം നമുക്ക് ഓപ്പറേറ്റർ ഫംഗ്ഷൻ ടേബിൾ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടേബിളിന്റെ സൈസ് കുറയ്ക്കാൻ പറ്റും. അതായത് നമ്പർ ഓഫ് എൻട്രീസ് നമുക്ക് ഇവിടെ ടേബിളിനകത്ത് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റർ ഫംഗ്ഷൻ ടേബിൾ ആണ് നമുക്കിനി നോക്കാനുള്ളത്. അപ്പം ഈ ടേബിളിന്റെ സൈസ് എന്ന് പറയുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് എവിടെ? ഓപ്പറേറ്റർ റിലേഷൻ ടേബിളിന്റെ കേസിൽ. അപ്പൊ അത് നമുക്ക് ഡിസഡ്വാൻറ്റേജ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഇപ്പം നമുക്ക് ഓപ്പറേറ്റർ ഫംഗ്ഷൻ ടേബിൾ യൂസ് ചെയ്യാം. അതായത് n ആണ് നമ്മുടെ എന്താണ് ഓപ്പറേറ്റേഴ്സ്. n ഓപ്പറേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഓർഡർ ഓഫ് n സ്ക്വയർ ആയിരിക്കും എന്റെ സൈസ് വരുന്നത് അല്ലെ? അപ്പൊ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്പറേറ്റർ ഫംഗ്ഷൻ ടേബിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഓപ്പറേറ്റർ ഫംഗ്ഷൻ ടേബിൾ എന്താണെന്നുള്ളത് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നോക്കാം. താങ്ക് യു.